Hello everyone, welcome to English Mitra. Welcome to FAQ session. അപ്പോൾ ഇന്നത്തെ FAQ സെഷനിലും നമ്മൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഡൗട്ട്സും ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവിങ് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഹാവിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് പൊതുവെ നമ്മൾ ഈറ്റിംഗ് എന്നൊക്കെ പറയില്ല, ഈറ്റിംഗ്, ഡ്രിങ്കിങ്, അതിനൊക്കെ പകരം നമുക്ക് ഹാവിങ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ എം ഹാവിങ് ലഞ്ച്, ഐ എം ഹാവിങ് മൈ ലഞ്ച്, അല്ലെങ്കിൽ ഐ എം ഹാവിങ് എ കപ്പ് ഓഫ് കോഫി, അങ്ങനെയൊക്കെ നമുക്ക് ഹാവിങ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഹാവിങ് പിന്നീട് യൂസ് ചെയ്യുന്നത് ഈ കോൺവെർസേഷൻ സ്റ്റാർട്ടഡ് ആയിട്ട് സെന്റൻസിന്റെ തുടക്കത്തിലൊക്കെ ഹാവിങ് സെഡ് ദാറ്റ് അങ്ങനെ പറയാം. അത് പറഞ്ഞ സ്ഥിതിക്ക് അല്ലെങ്കിൽ അത് പറയുന്നതിനൊപ്പം തന്നെ അങ്ങനത്തെ ഒരു അർത്ഥത്തിൽ ഹാവിങ് സെഡ് ദാറ്റ് എന്നുള്ള ഫ്രേസ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിന്റെ കൂടെ ഹാവിങ് യൂസ് ചെയ്യാൻ പറ്റും. അതായത് കുറച്ച് നേരം ഹാവിങ് ബേബി, അങ്ങനത്തെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയുടെ കൂടെ ഹാവിങ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആ സ്ഥലങ്ങളിലാണ് നമ്മൾ പൊതുവെ ഹാവിങ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും ഐ എം ഹാവിങ് എ കാർ എന്ന് പറയില്ല, അല്ലെങ്കിൽ പൊസഷന് വേണ്ടിയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ പറയില്ല, ഒരിക്കലും പറയില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഹാവിങ് യൂസ് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ആൽഫബറ്റ് ആൻഡ് ലെറ്റേഴ്സ് എന്താണ് വ്യത്യാസം? ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ ABCD മൊത്തമായിട്ട്, അതായത് A to Z മൊത്തമായിട്ട് പറയുമ്പോഴേ നമ്മൾ ആൽഫബറ്റ് എന്ന് പറയും. ഇനി ലെറ്റേഴ്സ് ആണെങ്കിൽ A ഒരു ലെറ്റർ ആണ്, B ഒരു ലെറ്റർ ആണ്, അങ്ങനെ ഓരോ ലെറ്റർ ആയിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ലെറ്റർ എന്ന് പറയും. അതെ, അതാണ് എല്ലാവർക്കും കൺഫ്യൂസിംഗ് ആണെന്ന് തോന്നുന്നു. ഒത്തിരി ആൽഫബറ്റ് ലെറ്റർ എന്ന് പറയേണ്ടടുത്ത് ആൽഫബറ്റ് എന്ന് പറയും, ആൽഫബറ്റ് A, ആൽഫബറ്റ് B എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാവർക്കും ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ മൊത്തമായിട്ട്, ലെറ്റേഴ്സ് ആണെങ്കിൽ അക്ഷരമാലയാണ് ആൽഫബറ്റ്, ലെറ്റേഴ്സ് എന്ന് പറയുന്ന അക്ഷരങ്ങളാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ തന്നെ അത് ചെയ്യണമെന്നുണ്ടോ? ഞാൻ തന്നെ അത് ചെയ്യണമെന്നുണ്ടോ? ഷുഡ് ഐ ഡു ഇറ്റ് എന്ന് സിമ്പിൾ ആയിട്ട് പറയാം, കുറച്ച് സ്ട്രെസ് കൊടുത്തിട്ട്. ഷുഡ് ഐ ഡു ഇറ്റ്, ഞാൻ ചെയ്യണമെന്നുണ്ടോ? ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഐ ഷുഡ് ഡു ഇറ്റ്, ഓർ ഇസ് ഇറ്റ് ഇമ്പോർട്ടന്റ് ദാറ്റ് ഐ ഷുഡ് ബി ദ വൺ ടു ഡു ഇറ്റ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഇസ് ഇറ്റ് നെസസറി ദാറ്റ് ഐ ഡു ഇറ്റ്, അല്ല ഐ ഡു ഇറ്റ് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പറയാം. അതെല്ലാം അങ്ങനത്തെ രീതിയിൽ പറയാം. വോയിസ് മോഡുലേഷൻ അനുസരിച്ചാണെങ്കിൽ നമുക്ക് കുറച്ച് ഷുഡ് ഐ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തിന് മാത്രം സ്ട്രെസ് ചെയ്തിട്ട് ഷുഡ് ഐ ഡു ഇറ്റ് എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാം, ഇതെല്ലാ രീതിയിലും പറയാം, എല്ലാം ഓക്കെയാണ്. ഇനി അടുത്തത് ഞാൻ ചോദിക്കാം അല്ലേ? ഐ വിൽ ഗെറ്റ് ഹിം ഡൺ ദാറ്റ്, ഇത് ശരിയാണോ? ഐ വിൽ ഗെറ്റ് ഹിം ഡൺ ദാറ്റ് എന്ന് പറയില്ല, പക്ഷെ ഐ വിൽ മേക്ക് ഹിം ഡു ദാറ്റ് എന്ന് പറയാം. ഞാൻ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുള്ള രീതി. ഇതെന്റെ വീഡിയോ ഞാൻ ചെയ്തതാണ്, അതിന്റെ താഴെയാണ് അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ഹിം ഡു ഇറ്റ്, അല്ലെങ്കിൽ ഐ വിൽ ഗെറ്റ് ഹിം ടു ഡു ദാറ്റ് എന്നൊക്കെ പറയില്ല, അതും പറയാം. ഐ വിൽ ഹാവ് ഹിം ഡു ഇറ്റ്, ഐ വിൽ മേക്ക് ഹിം ഡു ഇറ്റ്, ഐ വിൽ ഗെറ്റ് ഹിം ഡു ഇറ്റ്, അതൊക്കെ പറയാം, അതെല്ലാം പറയാം. പക്ഷെ ഒരിക്കലും എന്താ ഡൺ ദാറ്റ് എന്ന് പറയില്ല. ഡൺ നമ്മൾ യൂസ് ചെയ്യുന്നത് കൂടുതലും ഹാവിന്റെ കൂടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, പാസ്റ്റ്, അതെ V3 ഫോം ആണ്. ഡു, ഡിഡ്, ഡു, ഡസ്, ഡിഡ്, ഡൺ. അപ്പൊ V3 ഫോം ആയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഹാവിന്റെ കൂടെയും ഹാസിന്റെ കൂടെയും ഹാഡിന്റെ കൂടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ പാസീവ് ഫോമിലും. അല്ലാതെ നമ്മൾ വെറുതെ എല്ലായിടത്തും നമുക്ക് ഡൺ എന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല, അതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇനി ഇത് അടുത്ത ഞാനല്ലേ? അതെ, ഇത് എത്രാമത്തെ നോമ്പാണ്? ഇത് എത്രാമത്തെ നോമ്പാണ്? സോ ഹൗ മെനി ഡേയ്സ് ഹാവ് യു ഫാസ്റ്റഡ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ടേക്ക് ഫാസ്റ്റ് എന്നൊക്കെ ചോദിക്കാം. അങ്ങനെയെല്ലാം ചോദിക്കാം. എത്രാമത്തെ എന്നുള്ളതിന് നമുക്കൊരു എക്സാക്ട് വേർഡ് ഇല്ല. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴും എക്സാക്ട് ആയിട്ട് നമുക്ക് എത്രാമത്തെ എന്നുള്ളതിന് നമുക്ക് ഹൗ മച്ച് എന്നോ ഹൗ മെനി എന്നോ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ, ക്വസ്റ്റ്യൻ നമ്മളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം. എത്ര നോമ്പ് എടുത്തു എന്നുള്ളതാക്കണം. എത്രാമത്തെ നോമ്പാണെന്ന് ചോദിക്കുന്നതിനും എത്ര നോമ്പ് എടുത്തു എന്ന് ചോദിക്കുന്നതിനും ഉത്തരം ഒന്നാണല്ലോ, അല്ലേ? അപ്പൊ പിന്നെ അതുകൊണ്ട് നമുക്ക് ഹൗ മെനി ഡേയ്സ് ഡിഡ് യു ഫാസ്റ്റ്, അല്ലെങ്കിൽ ഹൗ മെനി ഡേയ്സ് ഹാവ് യു ഫാസ്റ്റ്, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അങ്ങനെ ചോദിച്ച് നമുക്കത് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കോമെൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ അടുത്ത FAQയിൽ അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കോമെൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ ഈ വീഡിയോസ് കാണുന്നത് നിങ്ങൾ കുറേ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനായിട്ട് സഹായിക്കും. പക്ഷേ അത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ
സംസാരിക്കാൻ പഠിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കോഴ്സിൽ നമ്മൾ 24 hours പേഴ്സണൽ അസിസ്റ്റൻസോട് കൂടി സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ മറ്റൊരു ഇൻട്രാക്റ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mitra. Thank you. English Mitra. Stop worrying, start learning.